നമസ്കാരം. കൂടത്തായി കൂട്ടക്കൊലക്കേസ് ഒന്നാം പ്രതി ജോളിക്ക് ജയിൽവാസത്തിനിടെ ഡിവോഴ്സും. ജോളിക്കെതിരെ ഭർത്താവ് പൊന്നാമറ്റം ഷാജു സക്കറിയാസ് നൽകിയ വിവാഹമോചന ഹർജി കോഴിക്കോട് കുടുംബ കോടതി അനുവദിക്കുകയായിരുന്നു. കൊലക്കേസിൽ പ്രതിയായ ഭാര്യ ഏത് ആക്രമണത്തിനും മുതിരുമെന്നും കേസിൽ ഉൾപ്പെട്ട് റിമാൻഡിൽ വിചാരണ നീളുകയാണെന്നും വിവാഹമോചനം വേണമെന്നും ആവശ്യപ്പെട്ട് അഡ്വക്കേറ്റ് മനോഹർ ലാൽ മുഖേന നൽകിയ ഹർജിയാണ് അനുവദിച്ചത്. 2021 നൽകിയ ഹർജി എതിർഭാഗം പലതവണ കേസ് പരിഗണിച്ചിട്ടും ഹാജരാകാത്തതിനാൽ ഇന്നലെ തീർപ്പാക്കുകയായിരുന്നു. കൂടത്തായി കൊലക്കേസിൽ താൻ നിരപരാധിയാണെന്ന് അറസ്റ്റിലായ ജോളിയുടെ രണ്ടാം ഭർത്താവ് ഷാജു പ്രതികരിച്ചിരുന്നു. കേസിൽ തന്നെ കുടുക്കാനാണ് ജോളി ശ്രമിക്കുന്നത്. താൻ കുറ്റം സമ്മതിച്ചുവെന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണെന്നും ഷാജു പറഞ്ഞിരുന്നു. ജോളിയുടെ കാര്യത്തിൽ തനിക്ക് ജാഗ്രതാ കുറവുണ്ടായി. ജോളിയുടെ ഉന്നത ബന്ധങ്ങളെക്കുറിച്ചും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും തനിക്ക് അറിയില്ല എന്നും ഷാജു പ്രതികരിച്ചിരുന്നു. അന്വേഷണ സംഘം ഷാജുവിനെ കസ്റ്റഡിയിലെടുത്ത് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. ജോളിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് പോലീസ് ഷാജുവിനെ ചോദ്യം ചെയ്തിരുന്നു. കൂടത്തായി കൊലക്കേസ് പ്രതി ജോളി ജോസഫിനെതിരെ ഭർത്താവ് ഷാജു സക്കറിയ കോഴിക്കോട് കുടുംബ കോടതിയിൽ വിവാഹമോചന ഹർജി നൽകിയത് 2021 ജോളി റിമാൻഡിൽ കഴിയുന്ന കോഴിക്കോട് ജില്ലാ ജയിൽ സൂപ്രണ്ട് വഴി കോടതി നോട്ടീസ് അയച്ചിരുന്നു. എന്നാൽ പ്രതികരിച്ചില്ലെന്നാണ് സൂചന. ഈ സാഹചര്യത്തിലാണ് വിവാഹമോചനം വരുന്നത്. 6 കൊലപാതക കേസിൽ പ്രതിയായ ഭാര്യയുടെ ക്രൂരത ചൂണ്ടിക്കാട്ടിയാണ് വിവാഹമോചന ഹർജി നൽകിയത്. തന്റെ ആദ്യ ഭാര്യയെയും മകളെയും കൊലപ്പെടുത്തിയത് ജോളിയാണെന്നും തന്നെയും കേസിൽ പ്രതിയാക്കാനായി വ്യാജമൊഴി നൽകിയെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. ഷാജുവിന്റെ ആദ്യ ഭാര്യ സിലിയുടെയും ജോളിയുടെ ആദ്യ ഭർത്താവ് റോയിയുടെയും മരണത്തിന് ശേഷമാണ് റോയിയുടെ പിതൃ സഹോദര പുത്രനായ ഷാജുവും ജോളിയും വിവാഹിതരാകുന്നത്. ഈ 2 മരണങ്ങൾ ഉൾപ്പെടെ ഇരുവരുടെയും കുടുംബത്തിൽ നടന്ന 6 മരണങ്ങളും കൊലപാതകമായിരുന്നുവെന്ന് 2019 ഒക്ടോബറിൽ പോലീസ് കണ്ടെത്തുകയായിരുന്നു. ജോളിയുടെ ഭർത്താവ് പൊന്നാമറ്റം റോയി തോമസ്, റോയിയുടെ മാതാപിതാക്കളായ ടോം തോമസ്, അന്നമ്മ തോമസ്, അന്നമ്മയുടെ സഹോദരൻ മാത്യു മഞ്ചാടിയിൽ, ഷാജുവിന്റെ ഭാര്യ സിലി, മകൾ ആൽഫൈൻ എന്നിവരാണ് മരിച്ചത്. 2002 2016 ഇടയിലായിരുന്നു കൊലപാതക പരമ്പര. ഭക്ഷണത്തിൽ സയനൈഡ് കലർത്തി 6 പേരെയും ജോളി കൊലപ്പെടുത്തിയെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. സംഭവിച്ചത് കൊലപാതകമാണെന്നും ജോളിയാണ് പ്രതിയെന്നും അറിയാതെയാണ് വിവാഹത്തിന് സമ്മതിച്ചതെന്നാണ് ഷാജുവിന്റെ വാദം. ഈ വിവാഹമോചന ഹർജിയിലാണ് തീർപ്പുണ്ടാകുന്നത്. ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തിയ ആളോടൊപ്പം ഇനി ജീവിക്കാനാവില്ല. ജോളിയുടെ മനോനില മാറ്റമില്ലാതെ തുടരുകയാണെങ്കിൽ അത് തന്റെ ജീവന് തന്നെ ഭീഷണിയാകുമെന്നും ഷാജു നൽകിയ ഹർജിയിൽ ആരോപിക്കുന്നുണ്ട്. 2017 ഷാജുവും ജോളിയും വിവാഹം കഴിക്കുന്നത്. ഷാജുവിന്റെ ആദ്യ ഭാര്യ സിലിയുടെയും ജോളിയുടെ ആദ്യ ഭർത്താവ് റോയിയുടെയും മരണത്തിന് ശേഷം ഇരുവരും പുനർവിവാഹിതരാവുകയായിരുന്നു. സർക്കാർ ജീവനക്കാരനായ ഷാജുവിനെ കെട്ടാൻ വേണ്ടിയാണ് ജോളി കൊലകൾ നടത്തിയതെന്നാണ് സൂചനകൾ. ജോളിയുടെ ആദ്യ ഭർത്താവ് റോയിയുടെ പിതൃ സഹോദരൻ പുത്രനാണ് ഷാജു. സിലിയെയും റോയിയെയും ജോളി വിഷം നൽകി കൊലപ്പെടുത്തി. ഇതുകൂടാതെ ഇരുവരുടെയും കുടുംബത്തിൽ നടന്ന 4 മരണങ്ങൾ കൂടി ജോളി നടത്തിയ കൊലപാതകമാണെന്ന് 2019 ഒക്ടോബറിൽ പോലീസ് കണ്ടെത്തിയിരുന്നു. കൂടത്തായി കേസിലെ സാക്ഷിയും കൂടിയാണ് ഷാജു. ഷാജു സക്രിയയുടെ ആദ്യ ഭാര്യ സിലി, മകൾ ആൽഫൈൻ എന്നിവരടക്കം 6 പേരെയാണ് ജോളി ജോസഫ് അതിവിദഗ്ധമായി ഇല്ലാതാക്കിയത് എന്നാണ് പോലീസ് കണ്ടെത്തൽ. 2002 മുതൽ 2016 വരെയുള്ള 14 വർഷക്കാലത്തിനിടെ പൊന്നാമറ്റം കുടുംബത്തിൽ 6 ദുരൂഹ മരണങ്ങൾ. ഈ മരണങ്ങളിൽ സംശയം പ്രകടിപ്പിച്ച് ജോയിയുടെ ആദ്യ ഭർത്താവ് റോയി തോമസിന്റെ സഹോദരനായ റോജോ പോലീസിൽ പരാതി നൽകുന്നതോടെയാണ് ക്രൂരമായ കൂടത്തായി കൊലപാതകങ്ങൾ പരമ്പരയുടെ ചുരുളഴിയുന്നത്. 6 പേരെയും ഭക്ഷണത്തിൽ സയനൈഡ് കലർത്തി നൽകി ജോളി ജോസഫ് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. +2 മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു വീട്ടമ്മയായ ജോളി NIT പ്രൊഫസറായി വേഷം കെട്ടി എല്ലാവരെയും വിദഗ്ധമായി പറ്റിച്ചതും ഓരോ കൊലപാതകങ്ങളും ഒരു പാളിച്ചയുമില്ലാതെ നടപ്പിലാക്കിയതുമായ കഥകൾ കേരളം നടുക്കത്തോടെയാണ് കേട്ടത്. ആദ്യ ഭർത്താവ് റോയി തോമസിന്റെ അമ്മ അന്നമ്മയിൽ തുടങ്ങി രണ്ടാം ഭർത്താവ് ഷാജുവിന്റെ ആദ്യ ഭാര്യ സിലി വരെ ഉള്ളതാണ് ജോളി നടത്തിയ കൊലപാതകങ്ങൾ. കല്ലറ തുറന്ന മൃതദേഹങ്ങൾ പുറത്തെടുത്ത് പരിശോധിച്ചതോടെയാണ് മരണത്തിലെ ദുരൂഹതകൾ പുറത്തു വന്നു തുടങ്ങിയത്. തുടർന്ന് ജോളി കുറ്റസമ്മതം നടത്തുകയും ചെയ്തു.